നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മീഡിയ വൺ ചാനലിലെ അടുപ്പുകൂട്ടി ചർച്ചയിൽ ദാവൂദിൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യുദ്ധത്തെക്കുറിച്ചുള്ള വിശകലനം നടത്തുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വിശകലനം എന്ന് പറയുന്നത് ഇന്ത്യ ഇറാൻ്റെ മുമ്പിൽ കെഞ്ചി കേഴുകയാണ്, തെണ്ടുകയാണ് എന്നാണ് പറയുന്നത്. ഒരു കപ്പൽ ഹോർമൂസ് കടലിടുക്ക് വഴി ഒന്ന് വിട്ടു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കാരണം ജനത അവിടെ പട്ടിണി കിടക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ട് കെഞ്ചി കേഴുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യക്കുള്ളതെന്ന്. അപ്പോൾ ഇന്ത്യ ചോദിക്കുമ്പോൾ ഇറാൻ പറയും, ഇറാൻ ഒരു ലെവറേജ് വയ്ക്കും. ഇറാൻ പറയും, ഞങ്ങളുടെ കുറച്ചാൾക്കാരെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ആദ്യം നിങ്ങൾ വിട്ടു തരണം, എങ്കിലേ നിങ്ങളുടെ ഒരു കപ്പൽ വിടുള്ളൂ. ഇനി അടുത്തൊരു കപ്പൽ വിടാൻ സമയത്ത് വീണ്ടും ഇന്ത്യ ചെന്ന് തെണ്ടുന്ന ഒരു അവസ്ഥയെത്തും. ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇന്ത്യ തെണ്ടുകയാണ്. ഇന്ത്യ തെണ്ടുമ്പോൾ ഒരു തവണ ഒരു കപ്പൽ അതുവഴി പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കും. ഇങ്ങനെ ഓരോ തവണയും ഇറാൻ വയ്ക്കുന്ന ഡിമാൻഡ്, വലിയ ഡിമാൻഡ് അനുസരിച്ച് ഇറാൻ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മീഡിയ വൺ പറയുന്നത്. അവിടെ ഏകദേശം എല്ലാം തീരാറായി. അവിടെ ഇനി ഒന്നും തന്നെ ബാക്കിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ കഴിച്ചു കൂട്ടുന്നത്. ഇനി അവിടെ എണ്ണ സംഭരണികളില്ല, ജലസംഭരണികളില്ല. ആ കൂടെ ഹോർമൂസ് തുറമുഖത്തിന് അവിടെ 2-3 മൈനുകൾ കുഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇറാനിൽ ആകെ കുറേ മൊത്തത്തിൽ തകർന്ന ഒരു പരിതസ്ഥിതിയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ആ ഇറാനെക്കുറിച്ചാണ് ഈ രീതിയിൽ പൊക്കിയടിക്കുന്നത്. ഇന്ത്യ INS ലാവൻ ഇവിടെ കൊച്ചിയിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അമേരിക്കയുടെ ടോർപിഡോകൾ ഇനിയും വന്ന് തകർക്കുമായിരുന്നു. അത് ഇന്ത്യയുടെ മാനസിക വലിപ്പമാണ്. 183ഓളം കപ്പൽ ജീവനക്കാരെ ഇന്ത്യ ഫ്ലൈറ്റ് കയറ്റി വിട്ടു ഇറാനിലേക്ക്. കാരണം എന്താണ്? ഇറാൻ പറഞ്ഞു, ഇനിയൊരു കപ്പൽ വിടണമെങ്കിൽ നിങ്ങൾ ആ 183 പേരെയും ഞങ്ങൾക്ക് വിട്ടു തരണമെന്ന്. അവരിവിടെ തടങ്കൽ പാർപ്പിച്ചിട്ടില്ലായിരുന്നു. അവരിവിടെ വളരെ സുരക്ഷിതമായിട്ട് ഇന്ത്യ അവരെ പാർപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഇന്ത്യയാണ് അവർക്ക് ഏറ്റവും സുരക്ഷിതം ഈ ഒരു സമയത്ത്. ഇറാനിൽ ചെന്ന് കഴിഞ്ഞാൽ ജീവൻ പോലും ബാക്കി ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വളരെയധികം സൗമനസ്യത്തോടു കൂടിയാണ് ഇറാനോട് ഇപ്പോഴും പെരുമാറുന്നത്. ഇന്ത്യക്ക് ഈ ഒരു സ്റ്റാൻഡ്, അതായത് ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഇറാൻ വളരെയധികം സംശുദ്ധമായൊരു രാജ്യമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെതിരെ യുദ്ധം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശരിയല്ല എന്ന് ഇന്ത്യക്ക് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ 2047 ഇസ്രായേലിനെ പൂർണ്ണമായും തകർക്കാൻ നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഇസ്രായേലിനെ തകർക്കാൻ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഇസ്രായേലിൽ നിന്നുള്ള തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി കൂടി സഹിക്കുവാൻ വേണ്ടിയിട്ട് രാജ്യം തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഇന്ത്യക്ക് ന്യായീകരിക്കുവാൻ സാധിക്കുക? ഇന്ത്യ വിചാരിച്ചാൽ മാത്രമേ യുദ്ധം അവസാനിപ്പിക്കുവാൻ സാധിക്കൂ എന്ന് ഇന്നുകൂടി ഗ്രീസിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അതായത് വളരെ വലിയ രീതിയിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡുള്ള, വളരെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യവുമായിട്ടും വലിയ രീതിയിൽ ആ രാജ്യത്തിന് മുന്നിലേക്കും നട്ടല് വളച്ചു കൊടുക്കാത്ത, ഒരു ഭീകരവാദിക്ക് മുന്നിലും നട്ടല് വളച്ചു കൊടുക്കാത്ത ഭാരതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭീകരവാദിയുടെ ചാനലായ മീഡിയ വണ്ണ് അത്രയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പട്ടിണിയും ദാരിദ്ര്യത്തിലും ഇന്ത്യ കഴിയുന്നു. അങ്ങനെ കഴിയുമ്പോൾ ഒരല്പം LPG അതുവഴി കടത്തി വിടുവാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കേണ് അപേക്ഷിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. അതായത് അമേരിക്കയുടെ കനിവിൽ റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങാം. ആ കാര്യം തന്നെ പൊളിച്ചടുക്കുകയുണ്ടായി കുറച്ച് നാളുകൾക്ക് മുന്നേ. അതായത് ഇന്ത്യ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജം, ഇന്ത്യയുടെ എണ്ണ ഉപഭോഗത്തിനനുസരിച്ച് ഇന്ത്യ ഇവിടെ നിന്ന് വേണമോ വാങ്ങും. അത് റഷ്യയിൽ നിന്നാകാം, വെനസ്വേലയിൽ നിന്നാകാം. ഇത് വളരെ കൃത്യമായി ഇന്ത്യ തങ്ങളുടെ സ്റ്റാൻഡ് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് മീഡിയ വണ്ണിന് സാധിക്കുന്നില്ല. മീഡിയ വൺ നിരന്തരം ഇത്തരത്തിലുള്ള വാദഗതികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ LPG വാങ്ങുവാനുള്ള ഒരു സ്രോതസ്സ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്. അതായത് കാനഡയിൽ നിന്നും, അതേപോലെ തന്നെ റഷ്യയിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും, അങ്കോളയിൽ നിന്നും, നൈജീരിയയിൽ നിന്നും, നോർവേയിൽ നിന്നും ഒക്കെ ഇന്ത്യ LPG വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഒരല്പം കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരും. $24-25 അധികമായി നൽകേണ്ടി വരും. എങ്കിലും ഗൾഫിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിലൊക്കെയും LPG വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. ഇന്ത്യയുടെ പെട്രോനെറ്റ്, LNGയും ഇന്ത്യൻ ഓയിലും ഒക്കെ അങ്ങോട്ട് കാർഗോസിന് അയച്ചിട്ടുമുണ്ട്. ഈ രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിൽ ഒരു മലയാളത്തിലെ ചാനൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇവരെ നേരത്തെ തന്നെ ഇവർക്ക് ഇന്ത്യ വിരുദ്ധ നിലപാടിൻ്റെ പേരിൽ പ്രവർത്തന അനുമതി നൽകാത്തതാണ്. പ്രവർത്തന അനുമതി നൽകിയതിന് ശേഷവും ഇതാണ് അവരുടെ നിലപാട്. എന്തായാലും ഇനിയും മീഡിയ വണ്ണ് അത്തരത്തിലുള്ള നിരോധനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.